ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ മക്കളായി നിങ്ങൾ നടന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന കാലത്തോളം അവർ ഇസ്രായേൽ ജനങ്ങളെ വാക്കുകൾ കൊണ്ട് നിന്ദിക്കുകയും അവരെ ശകാരിക്കുകയും അവരെ കളിയാക്കുകയും അവർക്ക് വിരോധമായി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ യഹോവയാം ദൈവം, പിതാവാം ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നപ്പോൾ വചനം പറയുന്നു, പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിനകത്ത്, എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വഹിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ പോലും നാവ് അനക്കിയില്ല. നോക്കിയേ, യാഹ്വേ അവരുടെ ഇടയിൽ ഇറങ്ങിയപ്പോൾ അവർ ഇസ്രായേൽ ജനങ്ങളെയും മിസ്രൈമിയുടെ മധ്യത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ തുടങ്ങി. കാരണം ഇസ്രായേൽ ജനങ്ങൾ യഹോവയാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, സ്വന്തം ജാതിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ അവരെയും ജാതികളായ മിസ്രൈമിൻ്റെ ഇടയിൽ വ്യത്യാസം വരുത്തിയപ്പോൾ അതുവരെ അവരെ ശകാരിച്ചവർ, അതുവരെ അവരെ ദേഷിച്ചവർ, അതുവരെ അവർക്ക് വിരോധമായി സംസാരിച്ചവരെ നാവ് തുറക്കാൻ, അവർക്ക് വിരോധമായി സംസാരിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഒരു നായ പോലും അവർക്ക് വിരോധമായി സംസാരിക്കാൻ നാവ് തുറന്നില്ല എന്ന് വചനം പറയുന്നു. ദൈവമക്കളെ, ഇന്നത്തെ പ്രൊഫറ്റിക്കൽ വേർഡ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ്. യാഹ്വേ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കി മാറ്റാൻ പോകുക. ആരെങ്കിലും നിങ്ങളെ ശകാരിക്കുന്നുണ്ടെങ്കിൽ, വിരോധമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, അവരുടെ മധ്യത്തിൽ ഒരു വ്യത്യാസം യഹോവ നിങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിക്കാൻ പോകുക. നിങ്ങൾക്ക് വിരോധമായി ഒരു നാവും ഇനി തുറക്കത്തില്ല. നിങ്ങൾക്ക് വിരോധമായി ആരും സംസാരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റു ജാതികളുടെ മധ്യത്തിൽ യഹോവ നിങ്ങളെ ഉയർത്തി അധികമായി മാനിക്കാൻ പോകുക. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. God bless you.